ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാലത്ത് ഈ പ്രത്യേകമായ ഒരു ധ്യാനചിന്ത കനാൻ പ്രവേശിക്കുന്നതിന് അടിമത്തത്തിൽ നിന്ന് ഒരു പ്രവേശനം ലഭിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് നടത്തിയ ദൈവം നമ്മളെയും നടത്തി കനാനിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം അടിസ്ഥാനമാക്കി നമ്മുടെ ഈ ധ്യാനചിന്തയിൽ 7-ാം അധ്യായത്തിൽ അതിൻ്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തു, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കും. നിൻ്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ നീ പറയണം. നിൻ്റെ സഹോദരനായ അഹരോൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം. ഇത് 40 വർഷത്തിന് ശേഷം വന്ന് കൊട്ടാരത്തിൽ വളർന്ന മോശയ്ക്ക് പറയാൻ അല്പം പ്രയാസം വന്നു കാണും. കാരണം തന്നെ തീറ്റിപ്പോറ്റി തന്നെ വളർത്തിയെടുത്ത ഒരു സമൂഹം, എന്നാൽ അവിടെ ഇസ്രായേലിനോടുള്ള സ്നേഹം പുറത്ത് കാണിച്ചപ്പോൾ ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്ന സംഭവത്തിൽ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന ആയതുകൊണ്ട് അവനതനുസരിക്കുക. 3-ാം വാക്യത്തിൽ, എന്നാൽ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കും, മിസ്രയീം ദേശത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുകും. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. ഞാൻ മിസ്രയീമിൻ്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എൻ്റെ ഗണങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും. ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണ്, മോശയ്ക്ക് കൊടുക്കുകയാണ്. നീ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അവരുടെ മേൽ ശിക്ഷ കൊടുക്കും. ഇന്നും ഞാൻ നിങ്ങളും ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, ദൈവവചനത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ ശിക്ഷ അത് ലഭ്യമായി തീരും. 5-ാം വാക്യത്തിൽ, അങ്ങനെ ഞാൻ എൻ്റെ കൈ മിസ്രയീമിന്മേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രയീമ്യർ അറിയും. മിസ്രയീമ്യർക്ക് ഇന്നും യഹോവയിൽ വിശ്വാസമില്ല, ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി വിശ്വാസമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അറിയണമെങ്കിൽ അവരെ അവിടെ നിന്ന് പുറപ്പെടുവിക്കണം. മോശെ അഹരോനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ അങ്ങനെ തന്നെ ചെയ്തു. അവർ ഫറവോനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് 80 വയസ്സും അഹരോൻ 83 വയസ്സുമായി. 3 വയസ്സ് തമ്മിലുള്ള അവർ ചേട്ടാനിമാർ തമ്മിലുള്ള സഹോദരന്മാർ തമ്മിലുള്ള അളവ്. ഈ പ്രായത്തിൽ ഒരു വലിയ ദൗത്യത്തിനായിട്ട് ഇറങ്ങാം. ഒരു ദൗത്യത്തിന് ഇറങ്ങുമ്പോൾ പ്രായം അതൊരു വിഷയമല്ല, മനസ്സാണ് ആവശ്യം, ദൈവവുമായുള്ള ബന്ധമാണ് ആവശ്യം. ദൈവം പറയുന്നത് ചെയ്യുമ്പോൾ അതിൽ സക്സസ് ഉണ്ടാകും. യഹോവ മോശയോടും അഹരോനോടും, ഫറവോൻ നിങ്ങളോടൊരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിൻ്റെ വടിയെടുത്ത് ഫറവോൻ്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. അതൊരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശ അഹരോനും ഫറവോൻ്റെ അടുക്കൽ ചെന്നു. യഹോവ തങ്ങളോട് കൽപ്പിച്ച പോലെ ചെയ്തു. അഹരോൻ തൻ്റെ വടി ഫറവോൻ്റെയും അവൻ്റെ വൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രയീമ മന്ത്രവാദികളായി ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. വ്യത്യാസമൊന്നുമില്ലല്ലോ. അതാണ് അവിടെ പറയുന്നത്. മന്ത്രവാദി ചെയ്യുന്നതും ഇപ്പുറത്ത് ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ദേവദാസൻ്റെ പ്രാർത്ഥനയ്ക്കും ഇപ്പുറത്തെ മന്ത്രവാദിയുടെ മന്ത്രത്തിന് ഒരുപോലാണല്ലോ ഫലം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ അവർ ഓരോരുത്തരും താന്താൻ്റെ വടി നിലത്തിട്ടു, അവയിൽ സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വഴികളെ വിഴുങ്ങിക്കളഞ്ഞു. നിനക്കെതിരായി പോരാടുന്ന അന്ധകാരക്കെട്ടുകളും പൈശാചിക കെട്ടുകളും ക്ഷുദ്രക്കെട്ടുകളും കൂടോത്രക്കെട്ടുകളും ഒക്കെ മുമ്പിൽ ദൈവം തരുന്ന ഈ വടി, ദൈവവചനമാകുന്ന വടി കൊണ്ട് അതിനെ ഒതുക്കി ചുരുട്ടി അതിനെ വിഴുങ്ങി ഒന്നും അല്ലാതാക്കി പിന്നെ ഭൂമി കാണാത്ത പോലെ ചെയ്തെടുക്കാൻ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് ഓർത്തു. ഫറവോൻ്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു. അവരെ ശ്രദ്ധിച്ചതുമില്ല, അവനൊരു മാറ്റവുമില്ല. അവൻ്റെ ഹൃദയം കഠിനപ്പെടുകയാണ്. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല. കഠിനപ്പെട്ടു. അവൻ വിട്ടയക്കാമെന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്ത് ഇതൊക്കെ കാണിച്ചാൽ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. അവൻ്റെ ഹൃദയം അവൻ കഠിനപ്പെട്ടു. കഠിന ഹൃദയമുള്ളവരുടെ ഹൃദയം മാറുകയില്ല. അത് പരാജയത്തിൽ ചെന്ന് അവസാനിക്കുകയുള്ളൂ, അത് ദോഷത്തിലേ ചെന്ന് അവസാനിക്കുകയുള്ളൂ. ഒന്നിനു പുറകെ ഒന്നായിട്ട് ദോഷങ്ങൾ സംഭവിക്കും. നിൻ്റെ കഠിന ഹൃദയത്തെ വന്ന് ഈ നോമ്പ് കാലത്ത് അതിനെ പിണക്കവും മറ്റുള്ളവരുടെ പകയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. 15-ാം വാക്യത്തിൽ, ഫറവോൻ രാവിലെ നീ ഫറവോൻ്റെ അടുക്കൽ ചെല്ലുക, അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ ഇറങ്ങി വരും. നീ അവനെ കാണുവാൻ നദീതീരത്ത് നിൽക്കണം.
സർപ്പമായി തീർന്ന വടിയും കയ്യിലെടുത്തോളണം. അവനോട് പറയേണ്ടത് എന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പൻ എന്നെ നേരത്തെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചു. എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ ഇതിൻ്റെ അടുക്കൽ അയച്ചു, നീ ഇതുവരെയോ കേട്ടില്ല. ദൈവം മോശയോട് പറയുകയാണ്, നീ ഇറങ്ങിച്ചെന്ന് നിൻ്റെ വടിയും കൊണ്ട് ചെന്ന് അവൻ വരുമ്പോൾ നീ ഇതുപോലെ പറയണം. അവൻ കേട്ടില്ലല്ലോ, അവൻ അനുസരിക്കുന്നില്ലല്ലോ, അനുസരിക്കാത്തവനാവൻ. 17-ാം വാക്യത്തിൽ ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു. ഇതാ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിലടിക്കും, അത് രക്തമായി തീരും. ആർക്കും ചെയ്യാനൊക്കെ അല്ലാത്തൊരു കാര്യമാണ്. തൻ്റെ ദൈവിക ഇടപെടൽ യഹോവ സംസാരിച്ച ദൈവിക സംഭാഷണത്തിൽ തീരുന്നു. 18-ാം വാക്യത്തിൽ നദിയിലെ മത്സ്യം ചാകും, നദി നാറും, നദിയിലെ വെള്ളം കുടിപ്പാൻ മിസ്രയീമ്യർക്ക് അറപ്പ് തോന്നും. ആകെ പ്രശ്നമായി തീരും. യഹോവ പിന്നെയും മോശയോട് നീ അഹരോനോട് പറയണമെന്നാൽ നിൻ്റെ വടിയെടുത്തിട്ട് മിസ്രയീമിലെ വെള്ളത്തിന് മേൽ അവരുടെ നദി, പുഴ, കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കൈ നീട്ടുക, അവ രക്തമായി തീരും. എല്ലാവിടും മരപാത്രങ്ങളിൽ കൽപാത്രങ്ങളിൽ രക്തമുണ്ടാകുമെന്ന് കൽപ്പിച്ചു. എല്ലായിടത്തും രക്തത്തിൻ്റെ ഒരു കളിയാണ് അവിടെ. മുഴുവനായിട്ട് വെള്ളമായിട്ടിരിക്കുന്ന മുഴുവൻ രക്തമായി. ഒരു ക്ഷാമമല്ലേ, രക്തം മുഴുവനാണെങ്കിൽ എന്നാ ചെയ്യാനൊക്കെ. 20-ാം വാക്യത്തിൽ മോശെ അഹരോനെ യഹോവ കൽപ്പിച്ചോലി ചെയ്തു. അവൻ ഫറവോൻ്റെ മുമ്പാകെ ക്രിസ്ത്യന്മാരുടെ മുമ്പാകെ വടി ഓങ്ങി നദിയിലുള്ള വെള്ളത്തിലടിച്ചു. നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തീർന്നു. എന്താ ചെയ്യുക? നദിയിലെ മത്സ്യം ചാകുകയും നദി നാറുകയും ചെയ്തു. നദിയിലെ വെള്ളം കുടിപ്പാൻ മിസ്രയീമ്യർക്ക് കഴിഞ്ഞില്ല. അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് ദേശത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതാണ്. ഇന്നും ദേശത്തിൻ്റെ ശാപം, ഇന്നത്തെ പ്രകൃതി, കൃഷിയില്ലായ്മ, നമ്മുടെ വസ്തുക്കൾക്ക് വിലയില്ലായ്മ, വീടുകൾക്ക് വിലയില്ലായ്മ, നമ്മുടെ സ്ഥലം ഇതുപോലെ ഒരു നാശയോഗ്യമായിക്കൊണ്ടിരിക്കുക. അനുദിനം ദൈവത്തെ അനുസരിക്കാത്ത അവസ്ഥയിൽ ആയിരിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എല്ലായിടത്തും എല്ലായിടത്തും രക്തമാണ്. 22-ാം വാക്യത്തിൽ മിസ്രയീമ മന്ത്രവാദികൾ ഞങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എന്നാൽ യഹോവ ചെയ്യുന്ന പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചത്. ഇത് അവരുടെ മിസ്രയീമിലെ മന്ത്രവാദികളിൽ തന്നെ പണി ചെയ്തു. എന്നാൽ അതുകൊണ്ട് ഫറവോൻ അവൻ്റെ കൂട്ടരോ ഇത് വലിയ കാര്യമാക്കിയില്ല. കഷ്ടം, ജനത്തിന് കഷ്ടം, അവർക്ക് കഷ്ടം, വീട്ടിൽ കഷ്ടം. എന്നാലും കഷ്ടപ്പെട്ടാലും ദൈവദാസൻ്റെ വാക്യം കേൾക്കുകയില്ല, ദൈവത്തെ അനുസരിക്കുകയില്ല. എത്ര കഷ്ടപ്പെട്ടാലും ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന ഒരു പ്രകാരം. നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിവില്ലായതുകൊണ്ട് മിസ്രയീമ്യർ എല്ലാവരും കുടിപ്പാൻ വെള്ളത്തിനായി നദിയേരിയൊക്കെ ഓലി കുഴിച്ചു. അപ്പോൾ അവിടെ സംഭവിച്ചത്, അവിടുത്തെ നദിയിലെ വെള്ളം കൊള്ളുന്നില്ല, അതുകൊണ്ട് സൈഡിലെല്ലാം കിണർ കുഴിച്ച്. അപ്പോൾ ഒരു ശിക്ഷാവിധി കൊടുത്ത് ജനത്തെ വിട്ടയക്കാൻ നോക്കുക. നമ്മളുടെ മുമ്പിലും ശിക്ഷാവിധികളാൽ നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി അതിലേക്ക് മുന്നേറാൻ സാധിക്കണം. അതുകൊണ്ട് ഈ പ്രത്യേക സമയത്ത്, ഈ നോമ്പിൻ്റെ ഈ പ്രത്യേക സമയത്ത് പലവിധ ഭാരത്തിലും പ്രയാസത്തിലും സങ്കടത്തിലിരിക്കുമ്പോൾ കർത്താവിനെ ഒന്ന് അനുസരിക്കുവാൻ, ദൈവ അനുസരണമുള്ളവരായി, ദൈവഭയമുള്ളവരായി, അനുസരണമുള്ളവരായി തീരുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ നോമ്പ് കാലത്ത്, ഈ തിങ്കളാഴ്ച ദിവസം ഒരത്ഭുതം പ്രവർത്തിക്കണം. ഈ ആഴ്ചയുടെ ആരംഭ ദിവസം, ഇന്നലെ ആരംഭിച്ച ദിവസത്തിൻ്റെ ഇന്നത്തെ തിങ്കളാഴ്ച ബദ്ധപ്പാടിൽ ഈ ധ്യാനചിന്തയിൽ മുഴുകി ഇത് കേട്ട് ദൈവസന്നിധിയിൽ ഏത് ഭാഗമാണ് ഇതിനനുസരിച്ച് ഞാൻ നന്നാകേണ്ടതെന്ന് പൂർണ്ണമായി ചിന്തിച്ച് പൂർണ്ണമായി രൂപാന്തരപ്പെടുന്ന ശക്തി ഇത് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിച്ചാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ദൈവത്തിൻ്റെ കൃപകളെ കരുതലും കാവലിൽ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ടെ. കർത്താവ് തന്നെ തിരുവപ്രസാദ് ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന ത്രിയേക ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം, സഹായം, അനുഗ്രഹങ്ങൾ, നന്മകൾ, വാഴുകൾ, പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളുടെ മേൽ കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും അവരുടെ കുടുംബങ്ങളുടെ മേൽ കാലാവസ്ഥാനം കൂടാതെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.